ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ ഇടയിലേക്ക് വരുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കാൻ പോകുന്നത് ഒരു പാസ്റ്റർ വേദനിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പ്രധാനമായും ചിന്തിക്കാൻ പോകുന്നത്. ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം. പ്രൈസ് ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇപ്പോൾ നാട്ടിൽ രാത്രി ഏതാണ്ട് 11:30 ഇപ്പം തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒരു പക്ഷേ എൻ്റെ വേദന ദൈവമക്കളോടൊന്ന് പങ്കുവച്ചില്ലെങ്കിൽ ചിലപ്പോൾ രാത്രിയിൽ ഉറങ്ങാൻ സാധിച്ചില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി IPC കുമ്പനാട് കൺവെൻഷനോടുള്ള ബന്ധത്തിൽ പല പ്രതികരണങ്ങൾ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ പ്രതികരണങ്ങളിൽ വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. എനിക്കെതിരെ പലയിടത്തും പല പോസ്റ്റുകൾ, കമൻറ്റുകൾ ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ നല്ല അർത്ഥത്തിലേ എടുത്തിട്ടുള്ളൂ. കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ഞാൻ വിമർശനത്തിന് അതീതനൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനതൊക്കെ ആ ഒരു നിലയിൽ ആശയപരമായ എതിർപ്പുകളായിട്ടേ കണ്ടിട്ടുള്ളൂ. കുറേ കാലമായി എനിക്കെതിരെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ എനിക്കെതിരെ കമൻറ്റുകൾ ഇടുന്ന, പോസ്റ്റുകൾ ഇടുന്ന ഗ്രൂപ്പുകൾ തന്നെയുണ്ട്. അതുമൊക്കെ ആ ഒരു അർത്ഥത്തിലേ എടുത്തിട്ടുള്ളൂ. മനസ്സിൽ ആരോടും ദേഷ്യമോ ഒരു വൈരാഗ്യമോ കൊണ്ട് നടക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്കതിന് കഴിഞ്ഞിട്ടില്ല. കാരണം ഞാനൊരു ദൈവപൈതലാണെന്ന ബോധ്യം എനിക്കുള്ളതുകൊണ്ട് അങ്ങനെ ഒരു വൈരാഗ്യമൊന്നും വെച്ച് പുലർത്താറില്ല. പക്ഷെ ഇന്ന് ഫെയ്ത്ത് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു IPCയുടെ ഒരു ഗ്രൂപ്പിൽ ഡോക്ടർ കുഞ്ഞു കോശി എന്ന് പറയുന്നൊരു പാസ്റ്റർ, അതായത് ഈ കുമ്പനാട് കൺവെൻഷനിൽ ലീഡ് ചെയ്യുകയും നേതൃത്വം വഹിക്കുകയും പാസ്റ്റർ വത്സൻ എബ്രഹാമിൻ്റെ ഏറ്റവും അടുത്ത ആളായി നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു റവറൻഡ് ഡോക്ടർ കുഞ്ഞു കോശി എന്ന് പറഞ്ഞ പാസ്റ്റർ IPC കുമ്പനാട് കൺവെൻഷനെ കുറിച്ചുള്ള ചർച്ചകളും വിലയിരുത്തലുകളും ആ ഗ്രൂപ്പിൽ നടക്കുമ്പോൾ ഈ ഡോക്ടർ കുഞ്ഞുകോശി എന്ന് പറയുന്ന ഈ റവറൻഡ് പാസ്റ്റർ എന്നെക്കുറിച്ച് ഒരു പരാമർശം നടത്തി. വാസ്തവത്തിൽ അത് കേട്ടപ്പോൾ മനസ്സ് വല്ലാതെ ഒന്ന് ഉടഞ്ഞുപോയി. എതിർപ്പുകളും വെല്ലുവിളികളും ഭീഷണികളുടെയൊക്കെ മുമ്പിൽ ഞാൻ പടവെട്ടി നിൽക്കാറുണ്ട്. പക്ഷെ ഈ ഒരു പരാമർശത്തിന്റെ മുമ്പിൽ ഒരു നിമിഷം ഒന്ന് തോറ്റുപോയി എന്ന് തോന്നുന്നു. ഞാൻ നിങ്ങളെ അതൊന്ന് കേൾപ്പിക്കാം. നിങ്ങൾ അതൊന്ന് കേൾക്കൂ. എനിക്കൊരു പ്രത്യേക അപേക്ഷയുണ്ട് ഈ ഫെയ്ത്ത് പ്രൊട്ടക്ഷൻ ഫോറത്തിന്റെ എൻ്റെ സ്നേഹിതന്മാരായ അഡ്മിൻസിനോട്. ഈ തുലുക്കന്റെ ഈ ഫോട്ടോ തന്നെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഇടുന്നത് എത്ര അപമാനമാണെന്ന് അറിയാമോ? ഇവൻ ആരാണ്? പെണ്ണുപിടിക്കാരനും ഒരു പ്രകാരത്തിലും ഒരു സാക്ഷ്യമില്ലാത്ത ഇവൻ ആരാ? ഈ തുലുക്കന് ഇവൻ മുസ്ലിം തന്നെ, എപ്പോഴും ഇവൻ ക്രിസ്ത്യാനിയൊന്നും അല്ല. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇവന്റെ ഫോട്ടോ ആരെയും കാണിക്കത്തക്ക രീതിയിൽ നമ്മൾ നെഗറ്റീവായിട്ടായാലും പോസിറ്റീവായിട്ടാണെങ്കിലും ഈ ഗ്രൂപ്പിൽ ഇടല്ലെന്നുള്ള ഒരു പ്രത്യേക അപേക്ഷ എനിക്കുണ്ട്. അപ്പോൾ കേട്ടല്ലോ, എന്താ ഇതിന് പറയാന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് ഇന്ന് പകല് കുമ്പനാട് കർത്തൃമേശയും കൂടെ എടുത്തതിന് ശേഷമാണ് ഈ മനുഷ്യന്റെ വായിൽ നിന്ന് ഇത്തരം ഒരു
വർഗീയ വിഷം പുറത്തു വരുന്നതെന്ന് ഓർക്കണം. ഇദ്ദേഹം പഞ്ചാബിൽ എന്തോ ഒരു ബൈബിൾ കോളേജ് ഒക്കെ നടത്തുന്നുണ്ടെന്നാണ്. അല്ല, അവിടെയൊക്കെ വരുന്നവരെല്ലാം ഈ സുറിയാനി മാർഗത്തിൽ നിന്ന് വരുന്നവരെ മാത്രമേ ചേർക്കത്തുള്ളായിരിക്കുമോ? അതോ അങ്ങനെയുള്ളവർ മാത്രമേ അദ്ദേഹം സ്നാനം കഴിപ്പിക്കത്തുള്ളായിരിക്കുമോ? ഞാനൊരു എന്താ പറയുക, ഞാനൊരു പാസ്റ്റർ അല്ലെന്ന് നിങ്ങൾക്ക് പറയാം. ഞാനൊരു സുവിശേഷകനല്ലെന്നോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് കൊള്ളത്തില്ലെന്നോ ഞാൻ വിമർശകനാണെന്നോ ഞാൻ കുറ്റം പറയുന്നതിനാണെന്നോ ഒക്കെ നിങ്ങൾക്ക് പറയാം. പക്ഷെ ഞാനൊരു ദൈവപൈതലല്ലെന്ന് നിങ്ങൾ പറയരുത്. അത് നിങ്ങൾ പറയാൻ പാടില്ല. കാരണം കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ഈ കേരളത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും എന്റെ ദൈവം യേശുക്രിസ്തു ആണെന്നും യേശുക്രിസ്തുവിലല്ലാതെ മറ്റൊരുത്തിനും രക്ഷയില്ലെന്നും പബ്ലിക്കായി ഡിക്ലെയർ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. ഇന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. മുസ്ലിങ്ങൾ എന്നെ കാണുമ്പോൾ അവർ ചോദിക്കുന്നത് നീ എന്തിനാ ക്രിസ്ത്യാനിയാകാൻ പോയതെന്നാണ്. അപ്പൊ അവര് സമ്മതിക്കുന്നു ഞാനിപ്പോ ക്രിസ്ത്യാനിയാണെന്ന്. പക്ഷെ നിങ്ങൾക്ക് അത് സമ്മതിക്കാൻ പറ്റുന്നില്ല. ഈ മനുഷ്യനൊക്കെ എങ്ങനെയാണ് ഒരു ദൈവദാസൻ, എങ്ങനെയാണ് ഇദ്ദേഹം ഒരു പാസ്റ്റർ, ഒരു ദൈവദാസനൊക്കെ ആയതെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അല്ല, ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്? ഞാൻ ദൈവവചനത്തിന് വിരുദ്ധമായോ അല്ലെങ്കിൽ വിപരീതമായോ പ്രസംഗിക്കുന്ന കാര്യത്തെ എതിർക്കുന്നു. അതൊരു തെറ്റാണോ? ഈ കേരളത്തിലെ പാവങ്ങളായിരിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് പ്രവചനത്തിന്റെയും രോഗശാന്തിയുടെയും ഒക്കെ പേര് പറഞ്ഞ് പണം തട്ടിച്ചുകൊണ്ട് പോകുന്ന കാണുമ്പോഴുണ്ടാകുന്ന വേദനയിൽ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നു. നോക്കൂ, ലേഖനങ്ങൾ പഠിക്കുമ്പോൾ ദൈവസഭയിലേക്ക് കടന്നുകൂടിയ അനാചാരങ്ങൾക്കെതിരെയും ദുരുപദേശങ്ങൾക്കെതിരെയൊക്കെ ഞാൻ ഉപയോഗിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് 10 ഇരട്ടി ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടുള്ള പത്രോസ്ലിയെയും പൗലോസിനെയൊക്കെ ഇവരൊക്കെ തീവ്രവാദി ഗണത്തിൽപ്പെടുത്തുവോ? വചനത്തിന് വേണ്ടിയല്ലേ സംസാരിച്ചിട്ടുള്ളൂ? ആരെങ്കിലും പറ്റിച്ച് കാശുണ്ടാക്കാൻ നടന്നിട്ടുണ്ടോ? പ്രസംഗിക്കാൻ പോകുന്നിടത്ത് പിരിവ് നടത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും ചർച്ചിൽ ശുശ്രൂഷയ്ക്ക് വിളിച്ചാൽ പ്രോജക്റ്റുകൾ അവതരിപ്പിക്കാറുണ്ടോ? സ്വദേശത്തോ വിദേശത്തോ ചെന്ന് എന്തിൻ്റെങ്കിലും പേരിൽ പണപ്പിരിവ് നടത്തിയിട്ടുണ്ടോ? എൻ്റെ സ്വന്തം വണ്ടി ഉപയോഗിച്ച് എനിക്ക് പ്രസംഗിച്ച് കിട്ടുന്ന നന്മയിൽ നിന്നുള്ള പൈസ ഉപയോഗിച്ച് ഡീസലും അടിച്ച് പെട്രോളും അടിച്ച് ഈ കേരളത്തിലെ ഓരോ ദൈവമക്കളുടെയും പ്രയാസം കേൾക്കുമ്പോൾ, പ്രതിസന്ധി കേൾക്കുമ്പോൾ അത് ശരിയാണോ എന്ന് അന്വേഷിക്കാൻ ഈ കേരളം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് അത് ജെനുവിൻ കേസാണോ അല്ലയോ എന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി എൻ്റെ വാട്സാപ്പിലും എൻ്റെ കോണ്ടാക്റ്റിലും ഉള്ള സഹോദരങ്ങളോട് പറഞ്ഞ് എന്തെങ്കിലും ഒരു നന്മ അവർക്ക് ചെയ്തു കൊടുക്കണമെന്നൊക്കെ ആഗ്രഹിച്ച് അങ്ങോട്ട് കൊടുക്കുന്നതല്ലാതെ ഞാൻ ആരെങ്കിലും പറ്റിച്ച് ഞാൻ പൈസ ഉണ്ടാക്കിയോ? ഓക്കെ, അതൊക്കെ നിങ്ങൾ പറഞ്ഞോ. ഇനി അങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞോ, കുറ്റം പറയുന്നവനാന്ന് പറഞ്ഞോ, വിമർശിക്കുന്നവനാന്ന് പറഞ്ഞോ, അതൊന്നും കുഴപ്പമില്ല. ഞാൻ മറ്റുള്ളവരെ വിമർശിക്കുന്നു, എന്നെ വിമർശിക്കാം. അതിലൊന്നും എനിക്ക് പിണക്കവും പരാതിയില്ല. സ്വജനത്തിന്റെ ഇടയിൽ നിന്ന് ഭീഷണി വന്നിട്ട് ഞാൻ കുലുങ്ങിയിട്ടില്ല. ഇപ്പോൾ ഒരാൾ എന്നെ വെല്ലുവിളിച്ചാൽ തിരിച്ച് അതേ നിലയിൽ ആത്മാവിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട്. പക്ഷേ റവറൻഡ് ഡോക്ടർ പാസ്റ്റർ കുഞ്ഞുകോശി അവർകൾ, താങ്കൾ ഇത് പറയാൻ പാടില്ലായിരുന്നു. ഈ ജാതീയ ചിന്താഗതി, ഈ വർഗീയ വിഷം ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് ഇന്ന് പകലും താങ്കൾ കർത്തൃമേശ എടുത്തതെന്ന് ഓർക്കുമ്പോൾ, ഓക്കെ, അവിടെ നടന്ന ഒരു കർത്തൃമേശയൊന്നും അല്ലല്ലോ, അതുകൊണ്ടായിരിക്കും താങ്കൾ ധൈര്യമായിട്ട് എടുത്തത്. ഓക്കെ, എന്തായാലും ഇദ്ദേഹത്തെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇദ്ദേഹവും ഒരു പാസ്റ്ററാണല്ലോ, എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ഷമീറിന്റെ മനസ്സ് ഒന്ന് ഉടയ്ക്കാൻ, ഒന്ന് തകർക്കാൻ, അവന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വരുത്താൻ കഴിഞ്ഞല്ലോ എന്നോർത്ത് സന്തോഷിക്കുന്നവരൊക്കെ ഉണ്ടാകും. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. ശരിയാണ്, ഈ കാര്യത്തിൽ നിങ്ങൾ വിജയിച്ചു.
ഒരു നിമിഷം ഞാനൊന്ന് ആടിപ്പോയി. പക്ഷേ അതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ കർത്താവിന് വിട്ടുപോകുന്നൊന്നും നിങ്ങളാരും പ്രതീക്ഷിക്കരുത്. ഒരിക്കലും നടക്കില്ല. എനിക്ക് ജീവിച്ചാലും മരിച്ചാലും ഞാൻ ഈ പോർക്കളത്തിൽ തന്നെ അവസാനിക്കുള്ളൂ. ഒരു കുഞ്ഞുകോശി അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാനിപ്പം വിശ്വാസ ജീവിതം വിട്ടുപോകത്തൊന്നുമില്ല. ഈ സംഭവം നടന്നിട്ട് ഇപ്പം 2 മണിക്കൂറിനകത്താകുന്നതേ ഉള്ളൂ. പക്ഷെ ഇതിനോടകം സ്വദേശത്തും വിദേശത്തും ഒന്നും അനേകർ എൻ്റെ ഫോൺ നിർത്താതെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പാസ്റ്റർ ബി മോഹനച്ചൻ പാസ്റ്റർ ഉൾപ്പെടെ, ദാനിയേൽ കുന്നനിൽക്കുന്നൽ പാസ്റ്റർ ഉൾപ്പെടെ, അമേരിക്കയിലുള്ള അനേക ദേവദാസന്മാരുൾപ്പെടെ ഈ ചുരുങ്ങിയ 2 മണിക്കൂറിനുള്ളിൽ വിളിച്ചു. ഞങ്ങളുടെ സഹോദരനാണ്, ഞങ്ങളൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞ് അവരെന്നെ ചേർത്ത് പിടിച്ചു. അത് മതി. ഏതായാലും കുഞ്ഞുകോശി പാസ്റ്ററെ, ഈ 7 ദിവസം കുമ്പനാട് കൺവെൻഷനിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച ആത്മാവിനെ ദൈവമക്കളെല്ലാം ആയിട്ടുള്ളവരൊക്കെ എല്ലാവർക്കും ഒന്ന് ബോധ്യപ്പെടാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാണുമല്ലോ. പാസ്റ്റർ ഷമീർ കൊല്ലത്തിനെ പാസ്റ്റർ കോശി എന്ന് പറയുന്ന, ഡോക്ടർ റെവറൻഡ് കോശി എന്ന് പറയുന്ന പാസ്റ്റർ അദ്ദേഹത്തെ അപമാനിക്കുകയും പേഴ്സണലായിട്ട് അപമാനിക്കുകയൊക്കെ ചെയ്ത ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വാസ്തവം എന്ന് പറയുന്നത്. ഞാനും പാസ്റ്റർ ഷമീർ കൊല്ലവും തമ്മിൽ ആശയപരമായ പല വ്യത്യാസങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും, കാരണം ഒരു പേഴ്സണലായിട്ട് ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. ആശയപരമായി പലപ്പോഴും ഭിന്നിപ്പുകൾ ഉണ്ടാകാം. ആശയപരമായി നമുക്ക് ചേരാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടാകാം ഈ ലോകത്ത്. പക്ഷെ എങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ആത്മീയന്റെ വായിൽ നിന്നും, അല്ലെങ്കിൽ ആത്മീയ ജീവിതം നയിക്കുന്ന പാസ്റ്റർമാരുടെയൊക്കെ വായിൽ നിന്ന് വരിക എന്ന് പറയുന്നത് വളരെ മോശമാണ്. കാരണം ഒരു പാസ്റ്റർ മറ്റൊരു പാസ്റ്ററെ അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. വീഡിയോയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും എന്തെല്ലാം വാക്കുകളാണ് അദ്ദേഹം അതിനകത്ത് ഉപയോഗിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരിക്കലും ഒരു നല്ല ദർശനമുള്ള, നല്ല ആത്മീയ ജീവിതം നയിക്കുന്ന ഒരു പാസ്റ്റർക്ക് ഇങ്ങനെയൊന്നും പറയാൻ കഴിയുകയില്ല. കാരണം സ്വന്തം സഹോദരന്മാരെ പോലെ കാണേണ്ടവരെ ഇങ്ങനെയൊക്കെ പറയുക എന്ന് പറയുന്നത് വളരെ മോശമാണ്. അതേ സംബന്ധിച്ച് ഷമീർ കൊല്ലം പാസ്റ്റർ പലരെയും കുറ്റം പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയുന്ന ഒരു നല്ല പാസ്റ്ററാണ് എങ്കിലും, പക്ഷെ അദ്ദേഹത്തിനെ പറ്റി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വളരെ തെറ്റായി പോയി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം പലരെയും വിമർശിക്കാറുണ്ട്. അദ്ദേഹം തെറ്റുകൾ പലപ്പോഴും ചൂണ്ടിക്കാണിക്കാറുണ്ട്. ബെന്തിക്കോസുകാരുടെ ആണെങ്കിൽ തന്നെയും പല തെറ്റുകൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കാറുണ്ട്. പക്ഷെ എന്നാലും ഇങ്ങനെ പേഴ്സണലായിട്ട് ആക്ഷേപിക്കുക വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് വളരെയധികം വേദന ഉണ്ടായി എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. എങ്കിലും ആശയമായി ചേരുന്നില്ലെങ്കിലും പാസ്റ്റർ ഷമീർ കൊല്ലത്തെ ഈ തരുണത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. കാരണം അദ്ദേഹം നല്ലൊരു പ്രസംഗകനാണ്, എങ്കിലും അറിയപ്പെടുന്ന ഒരു പ്രസംഗകനാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒരിക്കലും അങ്ങനെ പറയുവാൻ പാടില്ലായിരുന്നു എന്നും, കാരണം ആത്മീയരൊന്നും ഇങ്ങനെ ചിന്തിക്കാൻ പോലും, മനസ്സിൽ ചിന്തിക്കാൻ പോലും പാടില്ല എന്ന് ഓർപ്പിച്ചുകൊണ്ട് ബുക്ക് ഓഫ് ലോഡിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.